പ്രൊപ്പോസിഷൻ നമ്മൾ ഇതിനകം പ്രധാനപ്പെട്ട 4 പഠിച്ചു കഴിഞ്ഞു. ഒന്ന് അറ്റ്, മറ്റൊന്ന് ഇന്ന്, ഓൺ ആൻഡ് ബൈ. ഇത് 4 കൂടാതെ 5ാമത്തെ പ്രധാനപ്പെട്ടതാണ് ഓഫ്. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എന്ന അർത്ഥത്തിൽ നമ്മൾ കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദ റൂഫ് ഓഫ് ദി കാർ, കാറിന്റെ റൂഫ്. ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ ടൈറ്റിൽ. ദ നെയിം ഓഫ് ദി ഗെയിം, ഗെയിമിന്റെ പേര്. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ദ ഫാമിലി, കുടുംബത്തിന്റെ പിക്ചറാണ് ഇത്. ഓക്കെ, അപ്പം എൻ്റെ എന്ന അർത്ഥത്തിൽ കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫ് യൂസ് ചെയ്യുന്നു. അതുപോലെ മുമ്പോട്ട് വരികയാണെങ്കിൽ യൂസ് ടു ഇൻഡിക്കേറ്റ് എമൗണ്ട് ഒരു നമ്പർ, എമൗണ്ടും നമ്പറും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ കപ്പ് ഓഫ് മിൽക്ക് അല്ലെ, ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. അപ്പം നമ്പർ ഓഫ്, അതുപോലെ കപ്പ് ഓഫ് എന്നൊക്കെ പറയുന്ന അളവുകൾ അല്ലേ, എമൗണ്ട് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഓഫ് ഈസ് യൂസ് ടു സർട്ടൈൻ എക്സ്പ്രഷൻ സച്ച് ആസ് "It's nice of you to invite me." അപ്പം nice of you, good of you, generous of the man, stupid of him. ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് പറയാൻ വേണ്ടി nice of you, good of you, generous of the man, stupid of him. Nice of, good of, generous of, stupid of. ഒന്നുകൂടെ പറയാം. Nice of, good of, generous ഓഫ് ആൻഡ് സ്റ്റുപ്പിഡ് ഓഫ്. ഈ വാക്കുകളൊന്ന് ഓർത്തിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഉപയോഗം. ഇനി നമ്മൾ ചില ശൈലികൾ, ചില അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ അഫ്രൈഡ് ഓഫ്, അഷൈംഡ് ഓഫ്, അവെയർ ഓഫ്, അൺഅവെയർ ഓഫ്, കേപ്പബിൾ ഓഫ്, ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്, ഷ്യൂർ ഓഫ്, സർട്ടൻ ഓഫ്, ടയർഡ് ഓഫ്, ഈ പറയുന്ന അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അഫ്രൈഡ് ഓഫ്, അഷൈംഡ് ഓഫ്, അവെയർ ഓഫ്, അൺഅവെയർ ഓഫ്, കേപ്പബിൾ ഓഫ്, ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്, ഷ്യൂർ ഓഫ്, സർട്ടൻ ഓഫ്, ടയർഡ് ഓഫ്. ചില വെർബുകളുടെ കൂടെ അക്യൂസ് ഓഫ് സംതിങ്, കംപ്ലെയിൻ ഓഫ്, ഡ്രീം ഓഫ്, ഹിയർ ഓഫ്, റിമൈൻഡ് ഓഫ് സംവൺ ഓർ സംതിങ്, തിങ്ക് ഓഫ്. ഇപ്പോൾ ഓഫ് എവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇതൊന്നും ഇരുന്ന് കുത്തിയിരുന്ന് കാണാൻ പഠിക്കുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാൻ മതി. ഇനി ഈ പറയുന്ന PPs ആൻഡ് PVs പ്രത്യേകം ശ്രദ്ധിക്കണം, പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അക്യൂസ് ഓഫ്. Okay, the 3 men are accused of conspiracy. ആരോപിക്കപ്പെടുക. Afraid of, ഭയപ്പെടുക. Animals are usually afraid of fire. തീനെ ഭയപ്പെടുന്നു. Consist of, അടങ്ങിയിരിക്കുക, ഉൾക്കൊള്ളുക. Consist of, അല്ലെ, the committee consists of 10 members. കമ്മിറ്റിയിൽ എത്ര ആൾക്കാരുണ്ട്? 10 അംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, കംപ്രൈസിന്റെ കൂടെ, കംപ്രൈസസ് ഓഫ് എന്ന് പറയാൻ പാടില്ല. കംപ്രൈസിന്റെ കൂടെ ആർട്ടിക്കിൾ വേണ്ട. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കംപ്രൈസസിന്റെ കൂടെ ആർട്ടിക്കിൾ ആവശ്യമില്ല. പിന്നെ മെയ്ഡ് ഓഫ്, ഒരു വസ്തു കൊണ്ട് മറ്റൊന്നുണ്ടാക്കി അല്ലെ. കോയിൻസ് ആർ മെയ്ഡ് ഓഫ് സിൽവർ, സിൽവർ കൊണ്ട് കോയിൻ ഉണ്ടാക്കുന്നു. പിന്നെ ഫോണ്ട് ഓഫ്, ബോയ്സ് ആർ ഫോണ്ട് ഓഫ് പ്ലേയിങ് ഫുട്ബോൾ. നൈസ് ഓഫ്, ഇറ്റ്സ് നൈസ് ഓഫ് യു ടു കം. കൈൻഡ് ഓഫ്, ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു ഹെൽപ്പ്. ഇത് നേരത്തെ പഠിച്ചില്ലേ, കൈൻഡ് ഓഫ്, നൈസ് ഓഫ് അല്ലേ. യെസ്, അതാണ് സംഭവം. ഇനി അവെയിൽ ഓഫ്, യു ക്യാൻ അവെയിൽ ഓഫ് എ ഫ്രീ മീൽ ഇൻ കോൺസിക്വൻസ് ഓഫ്. In consequence of the rain, the tennis match was delayed. Okay? In pursuit of, in search of, in pursuit of, in search of. The guard set off in pursuit of the thief. The guard set off. Guard യാത്ര പുറപ്പെട്ടു. In pursuit of. Okay? In pursuit of എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ പെർസ്യൂട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ദ ഗാഡ് സെറ്റ് ഓഫ്, ഇൻ പെർസ്യൂട്ട് ഓഫ്, അതിനെ പിന്തുടർന്നുകൊണ്ട്. ഓക്കെ, ഇനി ഇൻ സെർച്ച് ഓഫ്, ദ ഗാഡ് സെറ്റ് ഓഫ്, ഡോർ ക്ലോസ്. ഇൻ സെർച്ച് ഓഫ്, നമ്മൾ തെരഞ്ഞുകൊണ്ട്, അന്വേഷിച്ചിട്ട്. ദി ഗാഡ് സെറ്റ് ഓഫ് ഇൻ സെർച്ച് ഓഫ് ദ തീഫ്. ഇനി എൻവിയസ് ഓഫ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദേ വർ എൻവിയസ് ഓഫ് ഹിസ് സക്സസ് ആൻഡ് ഇൻഫോംഡ് ഓഫ്, അറിഞ്ഞിരിക്കുക അല്ലെ. കീപ് മീ ഇൻഫോംഡ് ഓഫ് എനി ഡെവലപ്മെന്റ്സ്. അറിയിക്കുക, അറിഞ്ഞിരിക്കുക, അറിയിക്കുക എന്നർത്ഥത്തിൽ. ഓക്കെ, ഇനിയുള്ളത് ജലസ് ഓഫ്. ശ്രദ്ധിക്കണേ, envious of, jealous of. Tired of, distressed of, deprived of. ഈ ഡിസ്ട്രസ്റ്റ് ഒക്കെ പഠിത്തം കൂടെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. പിന്നെ ഡയഡ് ഓഫ്. ഈ ഡയഡ് ഓഫിന്റെ കൂടുതൽ ഡയഡ് ഫ്രം, ഡയഡ് ബൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയഡ് ഓഫ് എന്ന് പറഞ്ഞ ഒരു രോഗം കൊണ്ട് മരിക്കുക. ഡയഡ് ഓഫ് എ ബ്രെയിൻ ട്യൂമർ.
died of cholera, died of cancer. പക്ഷെ ഫ്രം ആണെങ്കിൽ died from lack of oxygen, died in the accident, died by his own hands. ഒരാളുടെ കൈ കൊണ്ട് മരിക്കുകയാണെങ്കിൽ died by, ആക്സിഡന്റിലാണെങ്കിൽ died in, പിന്നെ വേറെ എന്തെങ്കിലും അതർ റീസൺസ്, ഇപ്പോൾ ലാക്ക് ഓഫ് ഓക്സിജൻ, സ്റ്റാർവേഷൻ, പട്ടിണി, അങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രം, died from. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. നൈസ് ഓഫ്, ഗുഡ് ഓഫ്, ജനറസ് ഓഫ്, സ്റ്റുപ്പിഡ് ഓഫ്, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്രൂവ് ഓഫ്, കൺസിസ്റ്റ് ഓഫ്. കൺസിസ്റ്റ് ഓഫ് ശ്രദ്ധിക്കണേ, കംപ്രൈസസിന്റെ കൂടെ വേണ്ട എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. കംപ്രൈസസ് ഓഫ് അത് പറയില്ല, കംപ്രൈസസ് വേണ്ട, പക്ഷെ കൺസിസ്റ്റ് ഓഫ്. ഡ്രീം ഓഫ്, ഹിയർ ഓഫ്, ടേക്ക് കെയർ ഓഫ്, തിങ്ക് ഓഫ്, റിലീവ് ഓഫ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഹായ് മിസ്റ്റർ അനിത, ജസീന, സോണിഷ, ആരെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് വാ. സോണിഷ, ഹായ്. ഹായ് സർ. ഇതൊന്ന് വായിച്ചിട്ട് ഒന്ന് ആൻസർ പറഞ്ഞേ. Many people have died of corona. എന്താ? കൊറോണ മരിച്ചു അല്ലെ? എങ്ങനെ? കൊറോണ ബാധിച്ചിട്ട്. 2021 ചോദ്യമാണ്. ഡൈഡ് ഓഫ് ആണ് അല്ലേ? എന്തുകൊണ്ടാ ഓഫ് വന്നത്? അതൊരു ഡിസീസിന്റെ കൂടെ ഓഫ് അല്ലേ? യെസ്, ഓക്കെ, അവിടെ തന്നെ നിന്നോ. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞേ. 17ാമത്തെ. Nobody should be deprived of the opportunities to come up in life. യെസ്, ഡിപ്രൈവ്ഡ് ഓഫ് ആണ് വരുന്നത്. അത് നമ്മൾ ഒരു PV ആണ് ഡിപ്രൈവ്ഡ് ഓഫ് അല്ലേ? നമ്മൾ എവിടെ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഡിപ്രൈവ്ഡ് ഓഫ്. ഷി വാസ് ഡിപ്രൈവ്ഡ് ഓഫ് സ്കൂളിംഗ് അറ്റ് 10. 10ാം വയസ്സിൽ ഡിപ്രൈവ്ഡ് ഓഫ് സ്കൂളിംഗ്, പഠനം, സ്കൂൾ പഠനം ലഭിക്കാതെ പോയി, അത് അവസാനിച്ചു. ലഭിക്കാതിരിക്കുക, ഡിപ്രൈവ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ലഭിക്കാതിരിക്കുക. യെസ്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. She accused me of. അക്യൂസ് ഓഫ് എന്ന് പറയുന്നത് ഒരു PV ആണ് അല്ലേ? ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക കേട്ടോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം they availed themselves every opportunity to speak English. Avail of. Yes. PV. അടുത്ത PV ആണ് avail of. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരി. 20ാമത്തെ ചോദ്യം. Distrust of. He has a deep distrust of his neighbors. Distrust of അല്ലേ? PV. ഓക്കെ, അതൊരു PV ആണ്. ഡിസ്ട്രസ്റ്റ് ഓഫ് വിശ്വാസമില്ലായ്മ. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി അടുത്ത പ്രൊപ്പോസിഷനിലേക്ക് കിടക്കണം. അടുത്ത പ്രൊപ്പോസിഷൻ 2 ആണ്. 2 എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കറിയാം ഐ എം വാക്കിംഗ് ടു ദ ടൗൺ. ടൗണിലേക്ക് ഒരു ഡിറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഒരു ദിശയെ, ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കാൻ ലേക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് എന്ന അർത്ഥത്തിലാണ് നമ്മൾ 2 ഉപയോഗിക്കുന്നത്. ഹി വെന്റ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോയി. ഐ എം വാക്കിംഗ് ടു ദ ടൗൺ, ഞാൻ ടൗണിലേക്ക് നടക്കുകയാണ്. ഷി ഗോസ് ടു ചർച്ച്, ചർച്ചിലേക്ക് പോവുകയാണ്. ഇനി 2 എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടു ഷോ എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് റിസീവ് സംതിങ്, ഒരു സംഗതി റിസീവ് ചെയ്യുന്ന ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ? ഐ ഗേവ് ദ പെൻ ടു മൈ സൺ, എൻ്റെ മകന് കൊടുത്തു പേന. ആർക്ക്? എൻ്റെ മകന്. ടു ഹർ, അവൾക്ക്. ടു യു, നിനക്ക്. അങ്ങനെ റിസീവ് ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ 2 ഉപയോഗിക്കുന്നു. ഇനി നമ്മളിവിടെ 2 ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ പേഴ്സൺ ടു അനദർ. റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടി. സീത വാസ് മാരീഡ് ടു, ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. അപ്പൊ മാരീഡ് ടു ആണ്. ശ്രദ്ധിക്കണം, ഇത് പരീക്ഷ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സീത വാസ് മാരീഡ് ടു രാമ. മാരീഡ് വിത്ത് എന്ന് എഴുതാനുള്ള സാധ്യത കൂടുതലുണ്ട്. മാരീഡ് വിത്ത് രാമയല്ല, മാരീഡ് ടു രാമ. ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. പ്രത്യേകം ശ്രദ്ധിക്കണം, മാരീഡ് ടു. ഇനി 2 is used with certain adjectives and verbs for comparison. I prefer coffee to tea. Prefer to. കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ടു എന്ന് പറയാം. പിന്നെ നമ്മൾ എൽഡർ ടു, മൂത്ത ആളെന്ന് പറയാൻ വേണ്ടി എൽഡർ ടു. ഓക്കെ, സീനിയർ ടു, ജൂനിയർ ടു. ഓക്കെ, ഐ എം 3 years elder to my sister.
അപ്പം അങ്ങനെയും ഉപയോഗിക്കും. ഇനി പി പീസ് ആൻഡ് പി വിസിലേക്ക് വരികയാണെങ്കിൽ അഡാപ്റ്റ് ടു, ദ ചിൽഡ്രൻ ഹാവ് അഡാപ്റ്റഡ് വെൽ ടു ദ ഹീറ്റ്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇഴകിച്ചേരുന്നതിനെയാണ് അഡാപ്റ്റ് എന്ന് പറയുക. പരീക്ഷ എപ്പോഴും ചോദിക്കുന്ന 3 വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അഡാപ്റ്റ്, 2 അഡോപ്റ്റ്, 3 അഡപ്റ്റ്. മിസ്പെൽഡ് വേർഡ്സിലൊക്കെ ചോദിക്കുന്നതാണ്, മീനിങ് ആയിട്ടും സിനോണിമായിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഈ 3 വാക്കിൻ്റെ മീനിങ് പഠിച്ചിരിക്കണം. അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്നത് അഡ്ജസ്റ്റിൻ്റെ എ ആണ്. നിങ്ങൾ കൂട്ടി വായിച്ചു നോക്കി. അഡ്ജസ്റ്റ്, പൊരുത്തപ്പെടുക, ഒരു സാഹചര്യത്തോടോ അല്ലെങ്കിൽ മറ്റൊന്നിനോട് പൊരുത്തപ്പെടുക. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ റിലേറ്റഡ്, അല്ല ഓപ്റ്റ് ചെയ്യുക, ദത്തെടുക്കുക. അഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് എന്നാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ നിപുണനായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആണ് നമ്മൾ എക്സ്പേർട്ട് അല്ലെ അഡപ്റ്റ് എന്ന് പറയും. നിപുണൻ. ഓക്കെ, നിപുണൻ. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുക അല്ലെങ്കിൽ കൈക്കൊള്ളുക. ഇനി അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്, പൊരുത്തപ്പെടുക, ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുക. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ അഡാപ്റ്റ് ടു, ദ ചിൽഡ്രൻ ഹാവ് അഡാപ്റ്റഡ് വെൽ ടു ദ ഹീറ്റ്. പിന്നെ അക്കസ്റ്റംഡ് ടു, ഒരു സംഗതിയോട് ശീലമാവുക എന്ന അർത്ഥത്തിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അക്കസ്റ്റംഡ് ടു, ശീലമാവുക. മൈ ഐസ് വർ ബിക്കമിങ് അക്കസ്റ്റംഡ് ടു ദ ഗ്ലൂം. ഓക്കെ, എൻ്റെ കണ്ണുകൾ എന്താ പറയുക, ഗ്ലൂമിനോട്, ഈ പറയുന്ന ഒരു മൂകതയോട് അക്കസ്റ്റംഡ് ആയി, അത് ശീലായി. ഓക്കെ, കംപ്ലൈൻഡ് ടു, ദ ലിറ്റിൽ ബോയ് കംപ്ലൈൻഡ് ടു മീ അബൌട്ട് ഹിസ് കെയർലെസ് നാനി. Prefer to, elder to, senior to. I prefer to see a woman doctor. Kavya is elder to Bhavya, he is senior to me. Junior to, superior to, പിന്നെ kind to. Life has been very kind to me. പിന്നെ ഗുഡ് ടു യൂസ് ചെയ്യുന്നത് യൂസേജ് പറയുമ്പോൾ വെർബാണെങ്കിൽ, യൂസേജ് പറയുമ്പോൾ ജെറൻഡോ നൗണോ ആണെങ്കിൽ ഗുഡ് ഫോർ. ശ്രദ്ധിക്കണം, ഇതേ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദ മിൽക്ക് ഈസ് ഗുഡ് ടു ഡ്രിങ്ക്. ഈ ഗുഡ് ടു വരാൻ കാരണം ഡ്രിങ്ക് വെർബായതുകൊണ്ടാണ്. വെർബായതുകൊണ്ടാണ്. ഇനി ഗുഡ് ഫോർ വരാൻ കാരണം ദ മിൽക്ക് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഹെൽത്ത് ഒരു നൗൺ ആയതുകൊണ്ടാണ് യൂസേജ് പറയുമ്പോൾ അല്ലേ. ഇനി ഗുഡ് അറ്റ് പറയുന്ന എപ്പോഴാ? എബിലിറ്റി പറയുന്ന, അത് നൗണോ ജെറൻഡൊക്കെ വരും എബിലിറ്റി പറയാൻ വേണ്ടി. ജോൺ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ. സംശയമുള്ള ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അപ്പോളജൈസ് ടു, എക്സെപ്ഷൻ ടു, പ്രോമിസ് ടു, ഇഞ്ചൂറിയസ് ടു, ഇൻവൈറ്റഡ് ടു, കൺഫേം ടു, പ്രധാനപ്പെട്ടാണ്. ആക്സസ് ടു, റെഫ്യൂസ് ടു, ഫൈൻഡ് ടു, സർപ്രൈസ്. ഒരു അഡ്വാൻസ്ഡ് പോയിന്റ്. ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് അല്ലേ, there was actually a teacher who could write. എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നിയെന്ന അർത്ഥത്തിൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പ്രകാരം 24ാമത്തെ ചോദ്യമാണ്. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ദ ഗ്രാമാറ്റിക്കൽ എറർ. ഓക്കെ, ഗ്രാമാറ്റിക്കൽ എറർ. യെസ്. അപ്പൊ സോണിഷ വർക്കിംഗ് ഓക്കെ ആണോ? അതെ സർ, ആണ്. യെസ്. ഓപ്ഷൻ സി. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാവോ? ഓപ്ഷൻ സി അല്ലേ, കംപ്ലൈന്റ് ടു അല്ലേ വരിക, അബൌട്ട്. അതായത് സോണിഷ പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കെയർലെസ് നാനി. കെയർലെസ് നാനിയിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല. ദ ലിറ്റിൽ ബോയിൽ തെറ്റുണ്ടോ? ഇല്ല. കംപ്ലൈൻഡ് മീ തെറ്റുണ്ടോ? കംപ്ലൈന്റ് ടു എന്നല്ലേ പറയാ. യെസ്, ദാറ്റ് ഈസ് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. കംപ്ലൈന്റ് ടു.
കംപ്ലൈൻറ്റ് ടു അല്ലേ? ആ, കംപ്ലൈൻറ്റ് ടു മീ. to. ഓക്കെ, Okay. നമുക്ക് അടുത്ത ചോദ്യത്തിന് പോവാം. Okay. 21. There is an exception dash every rule. Exception to. ആ, അതും അതൊരു PV. PV ആണല്ലേ? എക്സെപ്ഷൻ ടു. ഓക്കെ, അടുത്ത ചോദ്യത്തിൻ്റെത് മൈ ക്യാമറ ഈസ് സുപ്പീരിയർ ഡാഷ് യുവേഴ്സ്. Superior to. ആ, അത് കുറെ വാക്കുകളുണ്ടല്ലേ ഇറിൽ അവസാനിക്കുന്ന? കുറച്ച് ഉദാഹരണം പറ. Prefer to, senior to, ആ, elder to. യെസ്, സീനിയർ അല്ലെ, എൽഡർ, ഇതൊക്കെ ടു ആണ്. യെസ് യെസ്, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തില്ല, ഐ അഡാപ്റ്റഡ് ഡാഷ് സ്റ്റേയിങ് അറ്റ് ദിസ് പ്ലേസ്. I adapted to staying at this place. അഡാപ്റ്റഡ് ടു അല്ലേ? ഇത് ചോദ്യം വന്ന കൊല്ലം കണ്ടോ? 1997. 1997ലാണ് അഡാപ്റ്റഡ് ടു. ഇനി ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമ്മൾ അതിനോട് യോജിച്ച് അഡ്ജസ്റ്റ് പൊരുത്തപ്പെടുക അല്ലേ? അങ്ങനെയാണ്. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദത്തെടുക്കുക. ഓപ്ഷൻ, ഓപ്റ്റിംഗ് അല്ലെ? ഓഫർ ഓപ്ഷൻ ഓർ ഓപ്റ്റിംഗ്. നമ്മൾ ദത്തെടുക്കുക അല്ലെങ്കിൽ കടമെടുക്കുക എന്തെങ്കിലും സംഗതി. പിന്നെ നമുക്ക് മറന്നു, പെട്ടെന്ന് കിട്ടണില്ല. എക്സ്പേർട്ട്. എക്സ്പേർട്ട്, ഒരു മേഖലയിൽ എക്സ്പേർട്ടായ നിപുണനായിട്ടുള്ള വ്യക്തി, എക്സ്പേർട്ട് കേട്ടാ. ഓക്കെ, യെസ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 24. He is senior to me. He is senior to me അല്ലേ? സീനിയർ ടു, ജൂനിയർ ടു, എൽഡർ ടു, അങ്ങനെയല്ലേ? അതെ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 25ന്റെ ആൻസർ 2023 ചോദ്യമാണ്. Fond of അല്ല, fond to. ഫോണ്ട് അല്ല, ഫോണ്ട് അല്ല, അല്ലേ? അതെ. ആൻഡ് ഫൗണ്ട്, അത് ഫോണ്ട് ഓഫ്. ഓക്കേ. ഫോണ്ട് അല്ല, അത് ഫൗണ്ട് ആണ്. ഫൗണ്ട്. അപ്പൊ എന്താ സംഭവം? ഒരു ഫ്രേസ് ആണിത്. ഫൗണ്ട് ഡാഷ് ഇസ് സർപ്രൈസ്. ഓക്കേ. നമ്മൾ പഠിച്ചില്ലേ? ഫൈൻഡ് ടു സമ്മൺ സർപ്രൈസ്, അത്ഭുതപ്പെടുക. ഫൈൻഡ് ടു സർപ്രൈസ് കേട്ടോ. ഇത് 2022 ചോദിച്ചാണ്, ഒരു ശൈലിയാണ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് അലോട്ട്. ഇനി ഇടയ്ക്ക് ഇതുപോലെ വരിക കേട്ടോ. വേറെ ആർക്കും ഇപ്പം ജഷീനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ജഷീനക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓക്കെ. അൻഷദേ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. യെസ്, ഇനി നമ്മൾ അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫ്രം ആണ്. ഫ്രം എന്നാൽ ഒരു സ്ഥലത്തിൽ നിന്ന്, നിന്ന്. ദിസ് കൊട്ടേഷൻ ഈസ് ഫ്രം ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി എന്നുള്ള കൊട്ടേഷനാണ്, ഗാന്ധിയുടെ കൊട്ടേഷനാണ്. ഇത് എവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഫ്രം ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് സോഴ്സ് ഓഫ് ഒറിജിൻ, എന്തിൻ്റെങ്കിലും ഉത്ഭവം, സോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം മൈ ബ്രദർ. ദിസ് കൊട്ടേഷൻ ഈസ് ഫ്രം ഗാന്ധിജി. ഹി ഈസ് ഫ്രം എറണാകുളം. ഹി കമൻസ് വർക്ക് ഫ്രം ജൂണിൽ അല്ലേ? എറണാകുളത്ത് നിന്ന്, ഫ്രം ഒരു സ്ഥലത്ത് നിന്ന് അറിയാം, ഒറിജിൻ അല്ലെങ്കിൽ സോഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യാറുള്ളത്. ഇനി ഫ്രം ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ റീസൺ ഫോർ ഡെത്ത്, മരണകാരണത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹി ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രോഗമാണെങ്കിൽ അത് ഡൈഡ് ഓഫ് ആണ്, ഡൈഡ് ഓഫ്. പക്ഷെ മറ്റെന്തെങ്കിലും എ റീസൺ ഫോർ ഡെത്ത്, അതർ റീസൺ ഫോർ ഡെത്ത്, ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ്, ആഹാരം അധികം കഴിച്ച് മരിച്ചു. ദ പുവർ മാൻ ഡൈഡ് ഫ്രം സ്റ്റാർവിങ്, പട്ടിണി കിടന്ന പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം, ഡൈഡ് ഫ്രം രോഗമല്ലാത്ത കാരണത്താലാണെങ്കിൽ ഡൈഡ് ഫ്രം ആണ് വരിക. ഓക്കെ, രോഗമല്ലാത്ത കാരണമാണ് ഡൈഡ് ഫ്രം. ഓക്കെ, ഡൈഡ് ഓഫ് എന്ന് പറഞ്ഞാലോ രോഗകാരണത്താൽ, രോഗമല്ലാത്ത കാരണമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡൈഡ് ഫ്രം, രോഗമാണെങ്കിൽ ഡൈഡ് ഓഫ്, പിന്നെ ഒരു അപകടമാണെങ്കിൽ ഡൈഡ് ഇൻ ആൻഡ് ഒരാളുടെ കരങ്ങളാൽ,
കൈകളാൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡൈഡ് ബൈ ആണ് വരിക. ഇനി മൂന്നാമത്തെ ഫ്രം ഈസ് യൂസ്ഡ് ടു ഷോ എ മെറ്റീരിയൽ ഈസ് മെയ്ഡ്. ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഫ്രം യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം ഫ്ലോർ. മാവിൽ നിന്നാണ് എന്ത് ചെയ്ത് ബ്രെഡ് ഉണ്ടാക്കുന്നത്? മാവ് അല്ലേ? മാവിൽ നിന്നാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ചീസ് ആർ മെയ്ഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്നാണ് ചീസ് ഉണ്ടാക്കുന്നത്. ഇൽ നിന്ന് ഉണ്ടാക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനത് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ പറയാം, ചെയർ, കസേര ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. മരം കൊണ്ടാണ് കസേര ഉണ്ടാക്കിയത്. പിന്നെ ജ്യൂസ് ഈസ് മെയ്ഡ് ഡാഷ് ഓറഞ്ച്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിൻ്റെ ഉത്തരം പോലെ അല്ല രണ്ടാമത്തെ വരിക. ആദ്യത്തേത് മരം കൊണ്ടുണ്ടാക്കിയെന്നാണ്. മരം കൊണ്ട് കസേര ഉണ്ടാക്കി, മരം കൊണ്ടുണ്ടാക്കി. അതിൻ്റെ ആന്തരികമായ പദാർത്ഥത്തിന് മാറ്റമില്ല. വുഡ് തന്നെയാണ്. മരമാണെങ്കിൽ സസ്യമായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നിൽക്കുമ്പോഴും അതുകൊണ്ട് കസേര ഉണ്ടാക്കിയാലും ആ മെറ്റീരിയൽ മരമാണ്. അതുകൊണ്ട് മെയ്ഡ് ഓഫ് ആണ് വരിക. ഓക്കെ, അപ്പോൾ സ്വർണം കൊണ്ട് മോതിരം ഉണ്ടാക്കി. മോതിരം എന്ന് പറയുന്നത്, സ്വർണം എന്ന് പറയുന്നത് മോതിരമായിരുന്നാലും മാല ആയാലും നെക്ലേസ് ആയാലും ഒക്കെ സ്വർണം തന്നെയാണ്. അപ്പോൾ നമ്മൾ ദ റിംഗ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് പറയാം. എന്നാൽ ജ്യൂസ്, ഭക്ഷണ പദാർത്ഥം, അത് ഒരു ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കി എന്ന് പറയാം, ഇൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മെയ്ഡ് ഫ്രം ആണ് വരിക. ഫുഡ്, മെഡിസിൻ ഒക്കെ മെയ്ഡ് ഫ്രം. അല്ലാത്ത സംഗതികളൊക്കെ എന്താ പറയുക, കെമിക്കൽ ചേഞ്ച് ഒക്കെ സംഭവിക്കുന്നത് മെയ്ഡ് ഫ്രം. ബാഹ്യമായ മാറ്റം സംഭവിക്കുന്നത് മെയ്ഡ് ഓഫ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ മെയ്ഡ് ഫ്രം അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, എന്താ ചോദിക്കണേ? ഇനി ഒന്നിൽ നിന്ന് തന്നെ വന്ന് മറ്റൊന്ന് നിർമ്മിക്കുമ്പോൾ മെയ്ഡ് ഫ്രം. ബട്ടർ ഇസ് മെയ്ഡ് ഫ്രം ക്രീം. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞതാ കേട്ടോ. ഒന്ന് കൊണ്ട് മറ്റൊന്ന് നിർമ്മിക്കുമ്പോൾ മെയ്ഡ് ഓഫ്. ദിസ് ഹൗസ് ഇസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്. ഈ വീട് ഇഷ്ടിക കൊണ്ടുണ്ടാക്കി. പിന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് നിർമ്മിക്കുമ്പോൾ നമ്മൾ മെയ്ഡ് ഇൻ പറയും. ദിസ് മൊബൈൽ വാസ് മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ ഈ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. PPs ആൻഡ് PVs നമുക്ക് നോക്കാം. മെയ്ഡ് ഫ്രം നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. ദിസ് വൈൻ മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. എബ്സ്റ്റൈൻ ഫ്രം, വിട്ടു നിൽക്കുക. ഹിസ് ഡോക്ടർ ഓർഡർഡ് ഹിം ടു എബ്സ്റ്റൈൻ ഫ്രം സ്മോക്കിംഗ്. പുകവലിയിൽ നിന്ന് വിട്ടുക, പുകവലി വർജിക്കുക. ആബ്സെന്റ് ഫ്രം പറഞ്ഞാൽ ലീവ് എടുക്കുക. ഷി ഹാസ് ബീൻ ആബ്സെന്റ് ഫ്രം സ്കൂൾ ഫോർ സെവറൽ ഡേയ്സ്. സെപ്പറേറ്റ് ഫ്രം, ദ വുമൺ ആർ കെപ്റ്റ് സെപ്പറേറ്റ് ഫ്രം ദ മെൻ. ക്യൂർ ഫ്രം, രോഗമൊക്കെ മാറുമ്പോൾ നമ്മൾ ക്യൂർ ഫ്രം എന്ന് പറയും. ക്യൂർ ഫ്രം, ഹി വാസ് ക്യൂർഡ് ഫ്രം ക്യാൻസർ. ക്യാൻസർ മാറി. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരാളെ, അതിൻ്റെ പേരോ എന്തെങ്കിലും വെച്ചാൽ ദ ഡോക്ടേഴ്സ് ക്യൂവേർഡ്, സുഖപ്പെടുത്തി അവളെ ഓഫ് ക്യാൻസറിൽ നിന്ന്. അപ്പോൾ ക്യൂർ സംവൺ ഓഫ്, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാണെങ്കിൽ ക്യൂർ ഫ്രം ക്യൂർ സംവൺ ഓഫ്. പിന്നെ ബെനഫിറ്റ് ഫ്രം, അതർ റിസോർട്ട്സ് കുഡ് ബെനഫിറ്റ് ഫ്രം ദ സ്പിൽ ഓവർ ഓഫ് ദ ടൂറിസ്റ്റേഴ്സ്. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരാ വരിക സ്റ്റേജിലേക്ക്? അശ്വതിയെ, സോനുഷ സ്റ്റേജിലേക്ക് ആരും വരൂ, പെട്ടെന്ന് വരൂ. സോനുഷ ഇതിന്റെ ആൻസർ പറ. You should abstain from violence. You should abstain from violence അല്ലേ? സോനുഷ, കുഞ്ഞിന് എത്ര വയസ്സായി? 8 മാസം. 8 മാസം. നമ്മളെ വീട്ടിലുണ്ട് ഒരു ചങ്ങായി, 9 മാസം. ഓക്കെ, അപ്പോൾ യു ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം അല്ലെ? അബ്സ്റ്റെയിൻ ഫ്രം വയലൻസ് ആണ്. ഇതൊരു PV ആണ് അല്ലേ? അതെ. അബ്സ്റ്റെയിൻ ഫ്രം, വിട്ടു നിൽക്കുക. അടുത്തതിന്റെ ആൻസർ പറ. ബെനിഫിറ്റ് ഫ്രം ദ എക്സ്പീരിയൻസ്. ബെനിഫിറ്റ് ഫ്രം അല്ലേ?
ഓക്കെ, അപ്പൊ അതൊരു പി വി ആണ്. എന്ത്? ബെനഫിറ്റ് ഫ്രം. കുറെ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ നാക്കിൽ അത് നിൽക്കും. പിന്നെ നമുക്ക് പരീക്ഷ വന്ന ബെനിഫിറ്റ് ഫ്രം അങ്ങനെ ഇത് പഠിക്കാൻ പറ്റും. ഈ പി പിസ് ആൻഡ് പി വിസ് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കുറെ വായിക്കാം. അബ്സ്റ്റൈൻ ഫ്രം, അബ്സ്റ്റൈൻ ഫ്രം, അബ്സ്റ്റൈൻ ഫ്രം, അബ്സ്റ്റൈൻ ഫ്രം. പിന്നെ നമ്മുടെ കയ്യിൽ അബ്സ്റ്റൈൻ വരുമ്പോൾ ഫ്രം വരും നമ്മുടെ നാക്കില്. ഒരു എന്താ പറയുക, ഒഴുക്കിലിങ് വന്നോളൂ. ബെനിഫിറ്റ് ഫ്രം, ബെനിഫിറ്റ് ഫ്രം, ബെനിഫിറ്റ് ഫ്രം. ഓക്കെ. ഇനി അടുത്തത്, ഇറ്റ്സ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഡാഷ് ഇമോഷൻ. സെപ്പറേറ്റ് ഫ്രം. നമ്മൾ സെപ്പറേറ്റ് ഫ്രം എന്ന് പഠിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഫ്രം. അപ്പൊ ഇവിടെ ഫ്രം ആവേണ്ടത്. ഓപ്ഷൻ എ ആണ് ശരി. ഹി വാസ് ക്യൂർഡ് ഡാഷ് കോൾഡ്. ഹി വാസ് ക്യൂർഡ് ഫ്രം കോൾഡ്. അത് എന്തുകൊണ്ട് ഓഫ് വരാതിരുന്നേ? അത് സംവൺ അല്ല, ഒരാളെയും കൂടി ഉണ്ടെങ്കിലല്ലേ. ഇതിന്റെ ഇടയിൽ ആദ്യം വേണം. ലൈക് ക്യൂർ സംവൺ എന്നുണ്ടെങ്കിൽ ക്യൂർ സംവൺ ഓഫ് ആണ് വരിക അല്ലേ? കുഞ്ഞാർന്ന് ഒച്ച ഉണ്ടാക്കണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? ഇഷാനി. ഇഷാനി പേരിട്ടുണ്ട്. അപ്പോ ഹി വാസ് ആബ്സെന്റ് ഡാഷ് ദ ക്ലാസ്. ഫ്രം ദ ക്ലാസ്. ആബ്സെന്റ് ഫ്രം. ഗുഡ്. ആബ്സെന്റ് ഫ്രം. ആബ്സെന്റ് ഫ്രം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്തത്, ഞാൻ സ്പീഡിലെടുത്ത് പോകുന്നത് തീർക്കണം, അതുകൊണ്ടാ. വിത്ത്. വിത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്തിന് പ്രധാനമായും 3 ഉപയോഗങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് കൂടെ, പിന്നെ കൊണ്ട്, ഓക്കെ, പിന്നെ ഉള്ള. 3 അർത്ഥമുണ്ട്. എങ്ങനെ കൂടെ എന്നുള്ളത്? ഹി കെയിം വിത്ത് ഹിസ് ഫ്രണ്ട്സ്. കൂട്ടുകാരെ കൂടെ വന്നു. ഷീ ലിവ്സ് വിത്ത് ഹെർ പാരൻസ്. അവൾ അവളുടെ പാരൻസിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പൊ കൂടെ. ഇനി കൊണ്ട് എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹി കട്ട് ദ വുഡ് വിത്ത് ആൻ ആക്സ്. കോടാലി കൊണ്ട്. ഹി ഓപ്പൺ ദ ബോക്സ് വിത്ത് എ കീ. താക്കോൽ കൊണ്ട് അല്ലെ. ഷീ സ്ലൈസ് ദ മാംഗോ വിത്ത് എ നൈഫ്. കത്തി കൊണ്ട് മാംഗോ സ്ലൈസ് ചെയ്തു. ഓക്സ് വാസ് സ്ലോട്ടേഡ് ബൈ ദ ഫാമേഴ്സ് വിത്ത് എ സ്വോർഡ്. വാള് കൊണ്ട് എന്താണ്, ഓക്സ് കാള കൊല്ലപ്പെട്ടു ഫാർമറാൽ അല്ലെ. കൊണ്ട്. ഇനി ഉള്ള എന്ന അർത്ഥത്തിലാണെങ്കിൽ ഐ മെറ്റ് എ ഗൈ വിത്ത് ഗ്രീൻ ഐസ്. ഐ മെറ്റ് എ ഗൈ വിത്ത് ഗ്രീൻ ഐസ്. നീല കണ്ണുള്ള ഒരാളെ ഞാൻ കണ്ടു. പീപ്പിൾ വിത്ത് ലോട്ട് ഓഫ് മണി ആർ നോട്ട് ഓൾവേസ് ഹാപ്പി. വിത്ത് എ ലോട്ട് ഓഫ് മണി, ഒത്തിരി പണമുള്ള. അപ്പൊ ഇത് 3 പ്രധാനപ്പെട്ട അർത്ഥം. ഒന്നുകൂടെ ഞാൻ പറയാം. കൊണ്ട്, കൂടെ, ഉള്ള. അതായത് കൂടെ, കൊണ്ട്, ഉള്ള. ഇതാണ് വിത്ത് എന്ന് പറയുന്ന വാക്കിന്റെ ഉപയോഗം. വിത്ത് വെച്ചുകൊണ്ടുള്ള പി പിസ് ആൻഡ് പി വിസ് നമുക്ക് വായിച്ചു നോക്കാം. ഒന്ന് ട്രബിൾ വിത്ത്, ട്രബിൾ വിത്ത്, ട്രബിൾ വിത്ത്. പോപ്പുലർ വിത്ത്, പോപ്പുലർ വിത്ത്, പോപ്പുലർ വിത്ത്. അക്കിൻഡ് വിത്ത്, അക്കിൻഡ് വിത്ത്. അക്കിൻഡ് വിത്ത് പരിചയം. ആർ യു അക്കിൻഡഡ് വിത്ത് മൈ ബ്രദർ? എൻ്റെ സഹോദരനെ പരിചയമുണ്ടോ? ഡീൽ വിത്ത്, ഹീസ് ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത്. അദ്ദേഹത്തെ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻ കമ്പാരിസൺ വിത്ത് ഹിസ് ബ്രദർ. അദ്ദേഹത്തിന്റെ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം, ബ്രദറിനെ അപേക്ഷിച്ച് ഹി വാസ് ഷൈ. അപ്പൊ അപേക്ഷിച്ച്, ഇൻ ദ കമ്പാരിസൺ വിത്ത് എന്നാൽ അപേക്ഷിച്ച് എന്നാണ് അർത്ഥം. ഒബ്സസ്ഡ് വിത്ത്. വൈ ആർ പീപ്പിൾ ഒബ്സസ്ഡ് വിത്ത് മണി? എന്തുകൊണ്ടാണ് ആളുകൾ ഈ പണത്തോട് ഇത്രയധികം താല്പര്യം? ഷിവറിങ് വിത്ത്. ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ ഷിവറിങ് വിത്ത് അല്ലെ, തണുത്തുകൊണ്ട്. ഞാൻ ഫ്ലോറിൽ ഇരുന്നു. കറണ്ട് പോയി, ക്ലാസ് ഓഫ് ആവണമെങ്കിൽ ബാക്കി നാളെയാണ്. ഫെമിലിയർ വിത്ത് സംതിങ്. ഹിസ് ഫെമിലിയർ വിത്ത് ദാറ്റ് ബുക്ക്. ഫെമിലിയർ ടു സംബഡി. ദ പ്ലേസ് ഫെൽറ്റ് ഫെയിൻലി ഫെമിലിയർ ടു മീ. അപ്പൊ ഫെമിലിയർ വിത്ത് സംവൺ, ഫെമിലിയർ വിത്ത് സംതിങ്, ഫെമിലിയർ ടു സംബഡി. ഫെമിലിയർ ടു സംബഡി. ഓർത്തിരിക്കുക. സിമ്പതൈസ് വിത്ത്. എവരി വൺ സിമ്പതൈസ്ഡ് വിത്ത് ഹർ. എല്ലാവർക്കും അവളുടെ അനുകമ്പയാണ്. ഇത്രയും വാക്കുകൾ ഓർത്തിരിക്കണം. ഇനി എഗ്രി വിത്ത് എ പേഴ്സൺ, എഗ്രി ഓൺ എ പ്രൈസ്, എഗ്രി ടു an idea or proposal. ശ്രദ്ധിക്കണം. അഗ്രി വിത്ത്, ഐ അഗ്രി വിത്ത് യു. നീ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഇനി ദ ഡീൽ ഫെൽ അപ്പാർട്ട് വെൻ വി ഫെയിൽഡ് ടു എഗ്രി ഓൺ എ പ്രൈസ്. അപ്പൊ പ്രൈസ് പറയുമ്പോൾ എഗ്രി ഓൺ ആണ്. അതുപോലെ എഗ്രി ടു, ഐ അഗ്രി ടു വാട്ട് യു സേ. നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ എഗ്രി ടു എ പ്രപ്പോസൽ ഒരു ഐഡിയ. ഓക്കെ, സോണിഷ ഒന്നുകൂടെ വരുമോ? 31ാമത്തെ ആൻസർ നോക്കട്ടെ സർ. ഇഫ് യു ഡു നോട്ട് കംപ്ലൈ വിത്ത് ദ ട്രാഫിക് റെഗുലേഷൻ, you will get into the trouble with. എ ആണോ സർ? നോക്കാം. കംപ്ലൈ വിത്ത്, അതാണ് ഒരു ശൈലി. അപ്പൊ അവിടെ വിത്ത് വരും. ട്രാഫിക് റെഗുലേഷൻസ് യു വിൽ
get into trouble. Get into trouble. അല്ലേ? Get into trouble. അതുപോലെ trouble with. Trouble with എന്ന് പറഞ്ഞൊരു PV ഉണ്ട്. അപ്പൊ trouble with. ഇനി get into trouble. അപ്പൊ into. അപ്പൊ with into with. Yes, very good. ഓപ്ഷൻ എ ആണ് ശരി. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യം. The teacher is popular dash his students. Popular with his student. Popular with somebody. Okay. ഇനി അടുത്തത് use appropriate preposition in the blank. The situation is rather difficult to deal. Difficult to deal with. Yes, deal with ആണ്. അടുത്തത് she was not akin to dash the foreign language. With PV ആണ്. Akin with നമ്മൾ പരിചയപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ with acquainted with PV. Akin with അല്ലേ? Good. You should sympathize dash the blind. Sympathize with PV. Sympathize with.